പുരുഷന്മാർ നിങ്ങളെ കൂടുതൽ മിസ് ചെയ്യുന്നത് എപ്പോഴാണ്? ബന്ധങ്ങളുടെ കാര്യം വരുമ്പോൾ മനുഷ്യരുടെ പെരുമാറ്റം ഒരു പസിലായിരിക്കാം, പ്രത്യേകിച്ചും പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ. പുരുഷന്മാരുടെയും അവരുടെ വൈകാരിക പ്രതികരണങ്ങളുടെയും കാര്യത്തിൽ ഇത് പ്രത്യേകിച്ചും സത്യമാണ്. ഒരു ബന്ധം അവസാനിച്ചതിനു ശേഷമോ അവർ വേർപിരിഞ്ഞതിനു ശേഷമോ പുരുഷന്മാർക്ക് യഥാർത്ഥത്തിൽ എന്തു തോന്നുന്നു എന്നതിനെക്കുറിച്ച് അനിശ്ചിതത്വം അനുഭവപ്പെടുന്നത് പല സ്ത്രീകൾക്കും ഒരു സാധാരണ അനുഭവമാണ്. എന്തുകൊണ്ടാണ് പുരുഷന്മാർ അകലെയിരിക്കുമ്പോൾ നിങ്ങളെ കാണാതെ വിഷമിക്കുന്നത്? എന്താണ് ഈ വികാരങ്ങൾക്ക് കാരണമാക്കുന്നത്? ഈ ചലനാത്മകത മനസ്സിലാക്കുന്നത് പുരുഷ മനഃശാസ്ത്രത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നേടാനും നിങ്ങളുടെ ബന്ധം കൂടുതൽ ഫലപ്രദമായി നാവിഗേറ്റ് ചെയ്യാനും നിങ്ങളെ സഹായിക്കും. ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. മനഃശാസ്ത്രപരമായ വിദൂര പ്രഭാവം ഡിസ്റ്റൻസ് ഒരു മനുഷ്യൻ നിങ്ങളെ മിസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ശക്തമായ ട്രിഗറുകളിൽ ഒന്നാണ്. നിങ്ങളും ഒരു പുരുഷനും ശാരീരികമായോ വൈകാരികമായോ അടുത്തിരിക്കുമ്പോൾ അവൻ നിങ്ങളെ നിസ്സാരമായി കണക്കാക്കിയേക്കാം. ആരെങ്കിലും എപ്പോഴും അവിടെയുണ്ടെങ്കിൽ അവരുടെ മൂല്യം അവഗണിക്കുന്നത് എളുപ്പമാണ്. എന്നിരുന്നാലും ശാരീരികമായ വേർപിരിയൽ മൂലമാണോ അതോ ഒരുമിച്ച് കുറച്ചു സമയം ചിലവഴിക്കുന്നതിന് വേണ്ടിയുള്ള വേർപിരിയൽ മൂലമാണോ എന്നൊരു അകലമുണ്ടാകുമ്പോൾ ഈ മനഃശാസ്ത്രം പലപ്പോഴും അവരുടെ ബന്ധത്തെ പ്രതിഫലിപ്പിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു. ഈ കാലയളവിൽ അവൻ നിങ്ങൾ പങ്കിട്ട നല്ല സമയങ്ങൾ, സഹവാസം, ബന്ധം എന്നിവയെക്കുറിച്ച് ഓർമ്മിക്കാൻ തുടങ്ങിയേക്കാം. അസാന്നിധ്യം ഹൃദയത്തെ പ്രിയങ്കരമാക്കുന്നു എന്ന ചൊല്ല് ഇവിടെ സത്യമാണ്. നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ അവൻ സ്വന്തം ചിന്തകളിലേക്ക് പോകുന്നു. അപ്പോഴാണ് അവൻ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങുന്നത്. ക്ഷാമത്തിൻ്റെ ആഘാതം മറ്റൊരു പ്രധാന ആശയം ദൗർലഭ്യമാണ്. എന്തെങ്കിലുമൊക്കെ എളുപ്പത്തിൽ ലഭ്യമാകുമ്പോൾ, എന്തെങ്കിലും കുറവുള്ളപ്പോൾ അത് കൂടുതൽ അഭികാമ്യമായി തീരുന്നത് മനുഷ്യപ്രകൃതമാണ്. ഈ തത്വം ബന്ധങ്ങൾക്കും ബാധകമാണ്. നിങ്ങൾ അവനു വേണ്ടി എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ, ഒരു നിമിഷത്തിൽ ലഭ്യമാണെങ്കിൽ, ഇനി അയാൾക്ക് നിങ്ങളുടെ സമയവും ശ്രദ്ധയും കുറച്ച് നൽകിക്കൊണ്ട് ദൗർബല്യം സൃഷ്ടിക്കുമ്പോൾ അയാൾക്ക് ഇനി എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയാത്തത് അവൻ കൊതിച്ചു തുടങ്ങും. നിങ്ങളെ മിസ് ചെയ്തു തുടങ്ങി എന്നർത്ഥം. ഈ മാറ്റം അവന് നിങ്ങളെ എത്ര പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ ഫലമായി നിങ്ങളുടെ അടുത്തിരിക്കാനുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അഭാവം ശക്തമാണ്, കാരണം അത് ദിനചര്യയെ തടസ്സപ്പെടുത്തുകയും നിങ്ങൾ അവന് എന്താണെന്ന് പുനഃപരിശോധിക്കാൻ അവനെ നിർബന്ധിതനാക്കുകയും ചെയ്യുന്നു. രസകരമെന്ന് പറയട്ടെ, വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ പുരുഷന്മാർ പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങുന്നു. ഇത് വിരുദ്ധമായി തോന്നിയേക്കാം, എന്നാൽ ഒരു മനുഷ്യൻ സമ്മർദ്ദപരമായ തിരിച്ചടികളോ ബുദ്ധിമുട്ടുകളോ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന ആശ്വാസവും പിന്തുണയും അവൻ തേടാം. ഈ സമയങ്ങളിൽ ഒരു ബന്ധത്തിൽ ലഭിക്കുന്ന മാനസിക ആശ്വാസത്തിനായി അദ്ദേഹം ആഗ്രഹിച്ചേക്കാം. വെല്ലുവിളികൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതെന്തെന്ന് തെളിയിക്കാനുള്ള ഒരു മാർഗമാണ്. ഒരു പുരുഷൻ ബുദ്ധിമുട്ടുകളോട് പോരാടുമ്പോൾ മുൻകാല ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ സ്ഥിരതയും ആശ്വാസവും നൽകിയിരുന്നുവെന്ന് തിരിച്ചറിയാൻ ഇടയുണ്ട്. ഈ തിരിച്ചറിവ് അവനിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഓർക്കാനിടയാക്കും. നിങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരുന്ന സുരക്ഷിതത്വവും പരസ്പര മനസ്സിലാക്കലും അവൻ വീണ്ടും ആഗ്രഹിക്കും. നിശബ്ദതയുടെ ശക്തി ഒരു ബന്ധത്തിൽ, പ്രത്യേകിച്ച് വേർപിരിയലിനു ശേഷമോ രൂക്ഷമായ ഘട്ടത്തിലോ, നിശബ്ദത ഒരു ശക്തമായ ഉപകരണമായിരിക്കും. നിങ്ങൾ എത്തിച്ചേരുന്നത് നിർത്തുകയും സന്ദേശമയക്കൽ നിർത്തുകയും അവനുമായി ഇടപഴകുന്നത് നിർത്തുകയും ചെയ്യുമ്പോൾ അയാൾക്ക് അഗാധമായ സ്വാധീനം ചെലുത്താനാകും. പുരുഷന്മാർ പലപ്പോഴും സ്ത്രീകളെ പിന്തുടരുന്നു.
പ്രത്യേകിച്ച് ഒരു തർക്കത്തിനോ വേർപിരിയലിനോ ശേഷം. നിങ്ങൾ ഈ മാതൃക പിന്തുടരാതിരിക്കുകയും പകരം നിശബ്ദത പാലിക്കുകയും ചെയ്യുമ്പോൾ അത് അവൻ്റെ മനസ്സിലൊരു ഗൂഢാലോചനയും ജിജ്ഞാസയും സൃഷ്ടിക്കും. ഈ മൗനം അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയം നൽകുന്നു. അതോടെ അദ്ദേഹത്തെ തൻ്റെ വികാരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. സാധാരണ ആശയവിനിമയം ഇല്ലാതിരുന്നപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ എങ്ങനെ അനുഭവിക്കുന്നു? നിങ്ങൾ മുന്നോട്ട് പോകുകയാണോ എന്നറിയാതെ അദ്ദേഹം വിചാരിക്കുകയും കാത്തിരിക്കുകയുമാണ്. ഈ അസ്വാസ്ഥ്യം ഇയാളിൽ ആഗ്രഹവും പശ്ചാത്താപവും ഉണ്ടാവാൻ കാരണമാകുകയും നിങ്ങൾക്കായുള്ള അയാളുടെ തിരിച്ചറിവും പ്രതീക്ഷയും മുൻപുള്ളതിനേക്കാൾ കൂടുതൽ തോന്നിപ്പിക്കുകയും ചെയ്യും. നിങ്ങളെ കൂടുതൽ മിസ് ചെയ്യാൻ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്ന് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടുവെന്ന് തിരിച്ചറിയുമ്പോഴാണ്. ഒരു ബന്ധം ശരിക്കും അവസാനിച്ചുവെന്ന് വ്യക്തമാകുമ്പോൾ അല്ലെങ്കിൽ വിടവ് സംഭവിക്കുമ്പോൾ ഇത് സംഭവിക്കാം. അനേകം സാഹചര്യങ്ങളിൽ പുരുഷന്മാർക്ക് ഒരു ബന്ധത്തിൻ്റെ അവസാനത്തെക്കുറിച്ചുള്ള ബോധം ലഭിക്കാൻ ചില സമയം വേണം. തുടക്കത്തിൽ അവർക്ക് ആശ്വാസമോ നിസ്സംഗതയോ തോന്നിയേക്കാം. എന്നാൽ സമയം കടന്നു പോകുന്തോറും നഷ്ടത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങൾ ഇനി തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമല്ലെന്നും നിങ്ങൾ തിരികെ വരുന്നില്ലെന്നും ഒരു മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ അവൻ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യാൻ തുടങ്ങിയേക്കാം. സാഹചര്യത്തിൻ്റെ അന്തിമഫലം അവനെ കഠിനമായി ബാധിച്ചേക്കാം. തനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോൾ അഗാധമായ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നു. അവനില്ലാതെ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത് ഒരു നഷ്ടബോധവും ഖേദവും ഉളവാക്കും. നിങ്ങളുടെ യാത്രയുടെ ഭാഗമാകാനും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മാറ്റവും തനിക്ക് നഷ്ടമായെന്ന് അയാൾ മനസ്സിലാക്കാൻ തുടങ്ങിയേക്കാം. നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാനുള്ള നഷ്ടമായ അവസരങ്ങളെ ഉയർത്തിക്കാട്ടുന്നത് എങ്ങനെയെന്ന് അവൻ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഈ അവബോധം അവനെ കൂടുതൽ മിസ് ചെയ്യാൻ ഇടയാക്കും. നൊസ്റ്റാൾജിയ എന്നത് ഒരു മനുഷ്യന് നിങ്ങളെ കൂടുതൽ മിസ് ചെയ്യുന്ന മറ്റൊരു ശക്തമായ ഘടകമാണ്. കാലം കടന്നു പോകുമ്പോൾ നല്ല നിമിഷങ്ങളെ ആളുകൾ കൂടുതൽ വ്യക്തമായാണ് ഓർക്കുന്നത്. ഒരാളുടെ കാര്യത്തിൽ കുറച്ച് സമയം വിട്ടുകഴിഞ്ഞപ്പോൾ അവൻ നിങ്ങളുടെയൊത്ത് ഉണ്ടായിരുന്ന സൗഹൃദത്തിൻ്റെ നല്ല വശങ്ങൾ ഓർക്കാൻ തുടങ്ങാം. പങ്കിട്ട അനുഭവങ്ങളുടെ ഓർമ്മകൾ, തമാശകൾ, അടുപ്പമുള്ള നിമിഷങ്ങൾ എന്നിവ അവനെ സ്നേഹാഭിനിവേശത്തിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞാൽ അവർ കൂടുതലായി നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങൾ മറ്റാരെയെങ്കിലും ഡേറ്റിംഗ് ആരംഭിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തെ മികച്ച രീതിയിൽ നയിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളില്ലാതെ നിങ്ങളുടെ പുരോഗതി അവനിൽ ശക്തമായ വികാരങ്ങൾ ഉളവാക്കാം. ഇത് അവനെ നിങ്ങളെ കൂടുതൽ മിസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. പശ്ചാത്താപം എന്നത് ഒരു മനുഷ്യനെ എന്നത്തേക്കാളും തീവ്രമായി നിങ്ങളെ മിസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശക്തമായ ഒരു വികാരമാണ്. അതെങ്ങനെ ബന്ധം അവസാനിപ്പിച്ചു എന്നതിലുള്ള പശ്ചാത്താപമോ അല്ലെങ്കിൽ ഈ വികാരങ്ങൾ നഷ്ടപ്പെട്ട അവസരങ്ങളോ ആവാം. വളരെ കാലം നീണ്ടു നിൽക്കുന്ന പശ്ചാത്താപം പലപ്പോഴും ആഴത്തിലുള്ള നഷ്ടബോധത്തിലേക്ക് നയിക്കുന്നു. തനിക്ക് തിരികെ പോയി സംഭവിച്ചത് മാറ്റാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്നു.